ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളിന്ന് എഫ് എഫിൽ വന്നിട്ട് നമ്മളിപ്പോൾ CS സ്ട്രീക്ക് അടിക്കാനാണ് പ്ലാന്. അപ്പോൾ നമ്മൾ മിക്കവാറും 2 സ്ട്രീക്കൊക്കെ ഇന്ന് അടിക്കും. ഈ ഒരു വീഡിയോയിൽ 2 സ്ട്രീക്കൊക്കെ അടിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കളി ഒന്ന് കണ്ടിട്ട് വരിക. ഞാൻ അപ്പോൾ തന്നെ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരിക. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഓക്കെ, ഞാനിപ്പോൾ കളിച്ചു. സോളാറ മാപ്പാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ കളി തന്നെ ഞാൻ ഈ നിഹലനറിൻ്റെ അടക്കം എടുത്തിട്ടുണ്ട്. എനിക്ക് ഗ്രാഫിക്സ് ഒരു ഊള പോലെ തോന്നി. അപ്പോൾ ഞാൻ മാറ്റാനൊക്കെ പോയി. എന്നിട്ട് ഞാൻ കുറേ ഇങ്ങനെ പട്ടിഷോ ഇടിച്ച് കണിച്ച് കുറേയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ WSP വന്നത്, അപ്പോൾ അതെടുത്തു. എൻ്റെ നേരത്തെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ GAT പ്ലെയറാണ്, AWM പ്ലെയറാണെന്നൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇതിൽ WSP വന്നപ്പോൾ ഞാൻ WSP എടുത്തു. അതിന് ശേഷം ഞാൻ വീണ്ടും ബ്രൈറ്റ്നസ് മാറ്റി. എനിക്കിഷ്ടമുള്ള നോക്കി ഞാൻ ഇതെനിക്കിഷ്ടപ്പെട്ടു ഗൈസ്, ഇതെനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിട്ടിട്ട് കളിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ സമയത്ത് ദേണ്ട ഒരുത്തം പോണു. അവനടിച്ചു എന്തുവാലേ കൊണ്ടില്ല ഗൈസ്. അതാ സൈഡ് കൂട്ടി ഒരുത്തം വീണു. അവനെ നമ്മൾ അടിച്ച് അളുത്ത് പിടിച്ചിട്ട് ഒരു നോക്ക്. ഗൈസ് സോറിയൊക്കെ എന്തിനാണ്, ഞാൻ ബേജാറിൽ പറയണതാണ്. അപ്പോൾ അവൻ എന്നെ അടിച്ചിട്ടു നല്ല അടിപൊളിയായിട്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സായിരുന്നു. വൈറ്റ് യൂട്യൂബർ തന്നെയാണ്, നിങ്ങൾക്കറിയാമായിരിക്കും, YT09. അപ്പോൾ ഇവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളപ്പോൾ അവൻ്റെ സ്പെക്റ്റ് കാണും. അതവന് ബാക്കിൽ നിന്ന് തന്നെ അടി കിട്ടി. നമ്മളിപ്പോൾ ടാർഗറ്റ് പറയുകയാണെങ്കിൽ CS-ന്ന് 5 സ്ട്രീക്ക് അടിക്കും. 5 സ്ട്രീക്ക് കഴിഞ്ഞാൽ 10 ആക്കും, 10 15 ആക്കും. അങ്ങനെ നമ്മൾ സ്ട്രീക്ക് അടിക്കും, വലിയ യൂട്യൂബേഴ്സ് പോലെ. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ആദ്യം 5, അത്യാഗ്രഹം ആപത്താണ്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പോൾ ഇതിൽ വന്നിട്ട് ഞാൻ തോംസൺ എടുക്കാൻ വിചാരിക്കും. പിന്നെ ഞാൻ എക്സാമേറ്റ് എടുക്കും. എക്സാമേറ്റിൽ എനിക്ക് അത്യാവശ്യം ഹെഡൊക്കെ കയറും. അപ്പോൾ ഈ മാപ്പ്, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങളിപ്പോൾ പോയിൻ്റ് 1-0 ആയിട്ടുണ്ട്. ഈ സൈത്ത് അടിയിൽ കൂടെ കയറി വന്നിട്ട് ഓക്കെ, നമ്മൾക്കിനി അപ്പോൾ എക്സാമേറ്റ് കൊണ്ട് ഒരു ഗെയിം പ്ലേ കാണാം. എക്സാമേറ്റിൽ ഞാൻ അത്യാവശ്യം നന്നായി തലയിൽ കയറും. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഫ്രണ്ടിന് അടി കിട്ടി. പിന്നെ അടിയിൽ കൂടെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ശരി, ഇതിൽ കൂടെ പോകാൻ പറഞ്ഞിട്ട് നോക്കുന്നു. ഇടയിൽ കൂടെ ഒരുത്തം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് അവൻ്റെ തല പൊളിക്കാം. വന്നു അടി സാക്കേ. അപ്പോൾ നമ്മൾ അവൻ്റെ തലയെ പൊളിച്ച് ചിതറി വിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരുത്തനുണ്ട്, അവിടെ വേറൊരുത്തൻ. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അവരൊക്കെ അപ്പോഴേക്കും തന്നെ അവനെ അടിച്ച് പപ്പടപടയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അടുത്തത് നോക്കുമ്പോൾ ടീമിൽ അവൻ്റെ കയ്യിൽ ഒരാളേ ഉള്ളൂ ഗൈസ്. എന്താല്ലേ, എത്ര പെട്ടെന്ന് റൗണ്ട് കഴിയണ നോക്ക്. ഞങ്ങൾ വരുമ്പോൾ അവനെ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവൻ്റെ നിന്ന് കുമ്മിയതാണോ അവൻ എൻ്റെ നിന്ന് കുമ്മിയതാണോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് ഡെസേർട്ട് ഈകളൊക്കെ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. മറക്കാണ്ട് തന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ നല്ല വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ MP40 എടുത്തു. എനിക്ക് MP40 ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഗണ്ണാണ്. എൻ്റെ മാസ്റ്റർ ഫയർ ബട്ടൺ എത്താറായി. സ്കിന്നൊന്നും നോക്കണ്ട, സ്കിന്നൊന്നുമല്ല, സ്കില്ലാണ് കാര്യം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. സ്കില്ലിലാണ് കാര്യം, സ്കിന്നിലല്ല കാര്യം. അപ്പം ഞാൻ MP40 ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഈവൻ്റൊക്കെ കറക്കണ ഇത് കാണാവുന്നതാണ്, ഈവൻ്റ് കറക്കണ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടിയിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരുത്തം വന്നിരിക്കുന്നു. അപ്പോൾ ഇത് അവൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചില്ല. ഓക്കെ, ഇത് അവിടെ ഒരുത്തം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയി ഫ്രണ്ടിന് ഹെൽപ്പ് ചെയ്യുക എന്ന മൈൻഡിൽ ഹെൽപ്പ് ചെയ്തു. മറ്റവൻ നോക്കിക്കോളും കാര്യങ്ങളൊക്കെ. ഹെൽപ്പ് ചെയ്ത് നമ്മൾ നേരെ കില്ലിന് വേണ്ടി ഓടി. ഇവിടെ നിന്ന് AWM ഉണ്ടോ നോക്കി, കിട്ടിയില്ല. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് അവിടെ ഒരുത്തൻ കേളി പോയിട്ട് നിൽക്കണു. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ നിന്ന് ഒരുത്തൻ, ഇതൊരു ഓട്ടനാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ചു, എങ്ങനെയോ കില്ല് കിട്ടി. അതിനുശേഷം ഞാൻ ഫ്രണ്ടിന് പൊക്കി കഴിഞ്ഞാൽ അപ്പോഴേക്കും 3ാമത്തെ റൗണ്ടായി. അത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്ട്രീക്കിൻ്റെ സെക്ഷനിലെ ആദ്യത്തെ കളി പൂർത്തിയാകും. അപ്പോൾ ഈ റൗണ്ടിൽ വന്നിട്ട് ഞാൻ AWM ആക്കും. ഞാനൊരു AWM പ്ലെയറാണ്, നിങ്ങൾക്ക് അറിയാവുകയും.
അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനൊരു സ്നൈപ്പർ പ്ലെയറാണ്. അപ്പം ഞാൻ അല്ലാത്ത തോക്കിൻ്റെ ബുള്ളറ്റ്സൊക്കെ കളയുന്നുണ്ട്, മൂൺ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ഓരോന്നൊക്കെ. അത് കുറച്ചതിന് ശേഷം ഞാൻ സ്വിച്ചൊക്കെ ചെയ്ത് സൈഡ് കൂടി പോയിട്ട് അടിക്കാമെന്ന പ്ലാനിൽ ഞാൻ സൈഡ് തടിച്ചൊക്കെ ഇട്ട് അടിച്ച് കയറിപ്പോയിട്ട് ഞാൻ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തിരിക്കുകയായിരുന്നു. ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അതാ ഒരുത്തി നിൽക്കുന്നു. തലയിൽ കൊള്ളാൻ വിചാരിച്ചു, കൊള്ളാമെന്നല്ല കൊള്ളിപ്പിക്കാൻ വിചാരിച്ചു. പിന്നെ കൊണ്ടില്ല. അവ അപ്പോഴേക്കും ഗ്ലൂ ഇട്ടു. വേറൊരുത്തും മുഖമെങ്കിൽ നിൽക്കുന്നു. കള്ള അറിയില്ല വിചാരിച്ച. അതിന് ശേഷം ഞാനിങ്ങനെ നോക്കുമ്പോൾ അവനെ കാണാനില്ല. അതുകൊണ്ട് ഞാൻ റഷ് ചെയ്ത് പോയിട്ട് ഞാൻ അവിടെ തന്നെയുണ്ട്. MP40 എടുത്ത് ഒന്നും നോക്കിയില്ല, ചാടിപ്പോയി കുത്തിപ്പിടിച്ച് അങ്ങോട്ട് കൊന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കളി ഒന്നും നോക്കിയില്ല. ലോബി വരാൻ ഞാൻ തന്നെ MVP, അതൊന്നും കാര്യമില്ല അല്ലേ. അത് ബഗ്ഗാ. ഓക്കെ, അതൊന്നും കാര്യമില്ല. ഞാനിപ്പോൾ ലോബി വരാനൊന്നും നിന്നില്ല. അപ്പോഴേക്കും തന്നെ ഞാൻ കളി സ്റ്റാർട്ടാക്കി. നെക്സ്റ്റ് കളിയിൽ വന്നിട്ട് നമുക്ക് സോളാർ തന്നെ. ഈ സോളാർ മാപ്പ് ഡിലീറ്റ് ആക്കണോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഇതിൽ ഞാൻ ഇൻഹേലർ തന്നെ എടുത്തത്. അതിനുശേഷം ഞാൻ ജമ്പ് ചെയ്ത് വീണ്ടും കുറച്ച് പൊട്ടിച്ചു. ഇത് ഞാൻ ഗണ്ണ് നോക്കുന്ന സമയത്ത് ഏതായിരിക്കും, ഇടയിൽ നെറ്റൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമില്ല. ഇതിലും സെയിം പിച്ച്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ WSP തന്നെയാണ്. ടീംമേറ്റ്സൊക്കെ എങ്ങനെയാണെന്ന് അറിയിച്ചാൽ ഇത് വേറെ ടീംമേറ്റാണ്, ഫ്രണ്ട് ലിസ്റ്റിലുള്ളവന്മാരാണ്. അതിന് ശേഷം ഞാൻ കളി തുടങ്ങിയപ്പോൾ എൻ്റെ ക്യാരക്ടർ സ്കില്ലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കും കോപ്പി ചെയ്യാവുന്നതാണ്. അതിന് ശേഷം ഞാൻ ഈ തുരങ്കം പോലത്തെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വിചാരിച്ചു. പിന്നെ അറിയാത്ത പോലെ നൈസായിട്ട് പുറത്ത് പോയിട്ട് വലിയ ഇതൊക്കെ കാണിച്ചു. അതിനുശേഷം ഞാൻ എടി കൂടെ ആദ്യം മേലെ പോയി ഇരുന്ന് നോക്കി. അവിടെ വന്നു, അവനിത്തിരി പൊട്ടിച്ചു, എനിക്കും ഇത്തിരി പൊട്ടിച്ചു. അതിനുശേഷം ഞാൻ മെഡിക്കിറ്റ് അടിച്ചു. ഞാനും അവിടെ മെഡിക്കിറ്റ് അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇതിൽ കൂടെ കയറി പോകുന്ന സമയത്തുണ്ട് അതാ ഒരുത്തൻ. അവനെ അപ്പോൾ അടിക്കാൻ പറഞ്ഞിട്ട് അങ്ങടിക്ക് പോയി. മൊത്തം തലങ്ങും ആണല്ലോ. ഇവനിവിടെ മെല്ലെ ലൂട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് മെഡിക്കിറ്റ് അടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ തല തന്നെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിൽ വേറെ എനിമി എന്നെ ബാക്കിൽ നിന്ന് അടിക്കുന്നു. അപ്പോൾ ഇരുന്നിട്ട് ഞാൻ അവനെ പൊക്കി കൊടുത്തു. ഇവനെ ഫ്രണ്ടിനെ പൊക്കിയതിന് ശേഷം ഞാനും ഒരു മെഡിക്കിറ്റ് അങ്ങോട്ട് അടിച്ചു. മെഡിക്കിറ്റ് അടിച്ചിട്ട് ഞാൻ സൈഡൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡ് കൂടി പോയി ബാക്കിൽ കൂടെ അടിക്കുക പറഞ്ഞിട്ട് പ്ലാനൊക്കെ ഇട്ടിട്ട് കയറി പോവുകയാണ്. പക്ഷെ നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അപ്പം ഞാൻ പിന്നെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവുക പറഞ്ഞിട്ട് അപ്പോഴേക്കും വിക്ടറിയും കിട്ടിയ. എന്ത് ചെയ്യാൻ, പ്രോ പ്ലെയേഴ്സ്. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് എത്തിയപ്പോഴേക്കും മറ്റേ പവറൊക്കെ ഫുള്ളായി. എന്നിട്ട് ഇത് റൗണ്ടിൽ ഞാൻ എക്സിമേറ്റ് ഹെൽമെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സിമേറ്റൊക്കെ വലിയ ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും ഞങ്ങൾ മൈൻഡ് ആക്കണ്ട. അതുകൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് അടിച്ച് പോവൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല വീഡിയോസിനായി ഇനിയും വരുന്നതായിരിക്കും. ഇതേപോലത്തെ റാങ്ക് പുഷിങ് ഇതൊക്കെ. നിങ്ങൾക്ക് ഏത് ഗെയിം കളിക്കണം പറഞ്ഞാൽ അത് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഞാനിങ്ങനെ മൂൺ സ്പീഡൊക്കെ ഇട്ട് സൈഡിലേക്ക് നോക്കി, അപ്പോൾ ഒന്നും കണ്ടില്ല. അതിനുശേഷം ഞാൻ ഈ ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ പോകുന്ന സമയത്തുണ്ട് അവിടെ നോക്കുകയാണ്. അവിടെ സൈഡ് മാർക്കറൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ വരുന്നുണ്ടോ പറഞ്ഞ് നോക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ ആരും വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി പോകാൻ പറഞ്ഞിട്ട് ഇരുന്നപ്പോഴേക്കും ഇവിടെ ഒരുത്തൻ അവിടെ തല തന്നെ അടിച്ചു പൊട്ടിച്ചു. എനിക്ക് നെറ്റെന്തോ പിങ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എക്സിമേറ്റ് വെച്ച് തല തന്നെ പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ടീമിൽ ഒരുത്തനേ ഉള്ളൂ. അവനാണെങ്കിൽ ഇവനെ നമ്മൾ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്കോപ്പിട്ട് തലയൊക്കെ അടിച്ചു പൊട്ടിച്ചു. അതിനുശേഷം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടായി. ഇനി നമ്മളുടെ മൂന്നാമത്തെ റൗണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ ഈവൻ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഡെസേർട്ട് ട്രീകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൻ്റെ കയ്യിൽ നിന്ന് എടുത്താണ്, കില്ല് ചെയ്ത് അവൻ്റെ കയ്യിൽ നിന്ന്. ഇതിൽ ഞാനാണ് MVP ഈ റൗണ്ടിൽ. അതിന് വലിയ മൂവ്മെൻ്റൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും കാര്യമാക്കണ്ട, ഇതൊക്കെ വെറും മൂവ്മെൻറ്റാണ്. ഇതൊക്കെ വെറുതെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനാണ് ഈ മൂവ്മെൻ്റൊക്കെ. ഇതൊന്നും കളിയിൽ വരില്ല. കളിയിലാകുമ്പോൾ വെറും ന്യൂബിനായിരിക്കും. അപ്പോൾ 64% ചെയ്യും മറ്റേ പവർ. ഞാൻ സാധാരണ ഒറിയോൺ വെച്ചിട്ടാണ് കളിക്കുക. ഇന്നെന്തോ തടിച്ച് എടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് കുറേ നോക്കണ്ടായിരുന്നു. ഇവിടെ നിന്ന് ആരുമേ വരുന്നുണ്ടായിരുന്നില്ല.
ഇവിടുന്ന് ഞാൻ കുറേ നിരീക്ഷിച്ചു, ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഈ സൈഡ് കൂടി കയറി പോകാൻ വിചാരിച്ചു. സൈഡ് കൂടി കയറി പോകാൻ പറഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരുത്തൻ മറ്റേ ലൂട്ട് പണിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് അടിച്ചു. ഇതെന്ത് ദാരിദ്ര്യമാണെന്ന് എനിക്കേ അറിയില്ല. ഞാൻ ഒരേ പിടിയായിരുന്നു. അവൻ അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ ഡിമിട്രി വിട്ട സമയത്ത് ഞാൻ അവനെ അടിച്ചു പൊട്ടിച്ചു. അതിന് ശേഷം ബാക്കിൽ കൂടെ പോയിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിൽക്കണം. ഞാൻ ഡെസേർട്ട് കൊണ്ട് കൊല്ലാൻ നോക്കി. ഓക്കെ, അവനിപ്പോൾ ഇവിടെ ഉണ്ട്. അയ്യോ, സിറ്റപ്പ് ഇടാൻ വന്ന് വലിയ കാര്യമൊക്കെ കാണിച്ചപ്പോഴേക്കും അപ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് അവനെ അടിച്ചിട്ടു. അതിനുശേഷം അവനെന്നെ പോക്കാൻ വേണ്ടി വന്നു. അവനെന്നെ പോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 1v1 സിറ്റുവേഷൻ ആയിരുന്നു. എന്നെ പോക്കിയതുകൊണ്ട് 2v2 ആയി. ഇനി അതിന് ശേഷം അവൻ എവിടെയെന്ന് എനിക്കറിയില്ല. അത് കാരണം ഞാൻ ഒരു സേഫ്റ്റിക്ക് ഒരു ഗ്ലൂ ഇട്ടു. അതുകൊണ്ട് എന്നിട്ട് ഞാൻ അവനെ പൊക്കിയതിന് ശേഷം 3v1 ആയി. അതാ നിൽക്കണം അവൻ. അപ്പോൾ നമ്മൾ അവനെ അടിക്കാൻ വേണ്ടി സോണിക്ക് തന്നെ ഓടി. അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് കയറിപ്പോയി അടിക്കുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് അവനെ തീർത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 3-0 4-0 നമ്മൾ എടുക്കും കളി എന്നാണ് തോന്നുന്നത്. നോക്കാം. ഗൈസ്, അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു സംഭവം സംഭവിച്ചു. ഒന്നുമില്ല, നമ്മൾക്ക് M10 ലെവൽ 3 ചിപ്പ് ഉള്ളത് കിട്ടി. എൻ്റെ ഒരു ഭാഗ്യം നോക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്നൈപ്പർ എടുത്തതിന് ശേഷം പിന്നെ അറിയാലോ, M10 സ്നൈപ്പറും ഏതായിരിക്കും, ഒരേ കളിയായിരിക്കും. ഞാനിപ്പോൾ AW വെച്ച് കുറച്ച് മൂവ്മെൻ്റൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റൗണ്ട് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അവരെല്ലാവരും ആ സൈഡ് കൂടി പോകാമെന്നൊക്കെ പറയേണ്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ കൂടെ പോയി നോക്കുന്ന സമയത്തുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ ആയിരിക്കും കാണാനില്ല. സാധാരണ ഇതിൽ കൂടെയൊക്കെ വേണ്ടതാണ്. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോഴല്ലേ മനസ്സിലാവണ്, അത് അമ്പട വീരൻ അവിടെ നിൽക്കുകയാണ്. തലയിൽ കൊടുക്കാൻ വേണമെന്നൊന്നും പണ്ടത്തെ പോലെ ഒന്നും കയറണില്ല ഗൈസ്. ഒക്കെ 150 ഒക്കെ കയറുന്നു. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ആവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ കൂടെ ഇങ്ങനെ സൈഡ് പോയി കഴിഞ്ഞിട്ട് ഇതിൽ കൂടെ വരുമോ പറഞ്ഞിട്ട് M10 ഒക്കെ കയ്യിൽ പിടിച്ചു. പക്ഷെ ആരുമേ വന്നില്ല. അത് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്തുണ്ട് അവിടെ എഴുതി നിൽക്കണം. അപ്പോൾ അവൻ വന്നു, അവൻ 150 കൊടുത്തു. അവൻ അപ്പോഴേക്കും മെഡിക്കിറ്റ് അടിച്ചു. നമ്മളുടെ കയ്യിൽ മറ്റേ പിന്നെ പെറ്റുള്ളത് കൊണ്ട് മെഡിക്കിറ്റ് അടിക്കുന്നവരിനെ മാർക്ക് ചെയ്ത് കാണിക്കും. അത് കഴിഞ്ഞ് ഞാൻ കയറിപ്പോയിട്ട് AWM ഒക്കെ കയ്യിൽ പിടിച്ചിട്ട് പോയത്. അവിടെ നിൽക്കണ ഒരുത്തൻ ഗ്ലൂ ഇട്ടു. പക്ഷെ അവൻ മുമ്പിലേ ഇട്ടത്. അതുകൊണ്ട് ഞാൻ അവനെ നോക്കാക്കി. അത് കഴിഞ്ഞ് നോക്കണു ഇതവിടെ ഒരുത്തൻ M10 വെച്ച് പിടി. അങ്ങനെ വീണ്ടും പിടിച്ചു. അവനെയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ കളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോയുമായി ഇനിയും വരും. ബൈ.